ആദ്യം നമുക്കൊരു എക്സ് വൈ ആക്സിസ് വരയ്ക്കാം. എക്സ് വൈ ആക്സിസ് അതറിയാമോ? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ ഇത് എക്സിന്റെ പോസിറ്റീവ് വാല്യൂസ് ആണെന്ന് അറിയാലോ. 1, 2, 3, 4 അതറിയാലോ അല്ലേ. ഇവിടെ എക്സിന്റെ നെഗറ്റീവ് വാല്യൂസ് -1, -2, -3 അങ്ങനെ അല്ലേ. ഇവിടെ വൈയുടെ പോസിറ്റീവ് വാല്യൂസ് 1, 2, 3, 4 അങ്ങനെ. ഇവിടെ വൈയുടെ നെഗറ്റീവ് വാല്യൂസ് -1, -2, -3, -4 അങ്ങനെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറർ ആയാലും ലെൻസ് ആയാലും എന്തുമായാലും ഈ 0 എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഇതിനെയാണ് നമ്മൾ ഈ ഒപ്റ്റിക്സിൽ പഠിക്കുന്ന പാഠത്തിൽ ഈ പോയിന്റിനെ പോൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പോൾ 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 എന്തുവാ? പോൾ പോൾ പോൾ. ഓക്കെ, ഈ പോളിലാണ് നമ്മൾ മിററിനെ ആയാലും ലെൻസിനെ ആയാലും കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോളിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ലൈറ്റ് വന്ന് വീഴത്തില്ലേ മിററിലോട്ടായാലും ലെൻസിലോട്ടായാലും. ആ ലൈറ്റ് വന്ന് വീഴുന്നത് ഈ ഇടത്ത് സൈഡിൽ നിന്നായിരിക്കണം, ലെഫ്റ്റിൽ നിന്നായിരിക്കണം ലൈറ്റ് വന്ന് വീഴേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴണം. ഓക്കെ, ലൈറ്റ് റൈസിൽ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുക്കണം കേട്ടോ, എങ്ങോട്ടാണ് ലൈറ്റ് പോകുന്നതെന്ന് അറിയാൻ. ഇപ്പൊ ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോടെ? ഓക്കെ, അപ്പൊ നമ്മുടെ ലൈറ്റ് എപ്പോഴും ഈ ലെഫ്റ്റിൽ നിന്ന് വേണം ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വീഴാൻ. ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് പോയി വേണം. അതാണ് നമ്മുടെ ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ എല്ലാ ഡയഗ്രംസും പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിനി നമ്മുടെ ഈ പോയിന്റിൽ കൊണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം മിററുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ പോയിന്റിൽ കൊണ്ട് നമ്മുടെ ഓരോ മിററുകളെ കൊണ്ട് വെക്കാൻ പോവുകയാണ്. ഓരോ മിററുകളെ നമുക്ക് പ്രധാനമായിട്ടും എത്ര ടൈപ്പ് മിറേഴ്സ് ഉണ്ട്? പ്രധാനമായിട്ടും എത്ര ടൈപ്പ് മിററുകളുണ്ട്? 3 ടൈപ്പ് മിറേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? കോൺകേവ്, കോൺവെക്സ്, പ്ലെയിന്. ഓക്കെ, അത് മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടൊരു കോൺകേവ് മിററിനെ ആദ്യം ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ലൈറ്റ് വീഴുന്ന ഇവിടെ നിന്ന് നമ്മുടെ മിററിനെ കോൺകേവിനെ ആയാലും ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. ലൈറ്റ് ഇങ്ങനെ ഇതേ വീണിട്ട് ഇത് കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റീവ് സർഫസ്, ഇത് മെർക്കുറി കോട്ട് ചെയ്ത സർഫസ്, മറ്റേ റഫ് സർഫസ് ഇങ്ങനെ വെക്കുന്നു. ലൈറ്റ് വന്ന് ഇതേ വീണിട്ട് ഇങ്ങനെ ചിതറി പോകുന്നു. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിന് പകരം കോൺകേവ് മിററിന് പകരം കോൺവെക്സ് മിറർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ കോൺവെക്സ് മിറർ ഇവിടെ കൊണ്ടുവച്ചു. കോൺകേവും കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചു. അത് ഇങ്ങനെ ലൈറ്റ് വന്ന് വീണിട്ട് ഇങ്ങോട്ട് ചിതറി പോകുന്നു. ഓക്കെ, ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രധാനമായിട്ട് പറയുന്നത്. ഇതിനെ പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വീഴുന്നു. ഈ ഇങ്ങനെ എക്സ് വൈ ആക്സിസെ കൊണ്ട് നമ്മൾ ഈ മിററിനെ വെക്കുന്നു. അതിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പോളാണ്. അപ്പം ഇത്തരം ഒരു സിസ്റ്റത്തെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ സ്പെറിക്കൽ മിറേഴ്സ്. അത് ഓർത്ത് വെക്കേണ്ട പേരൊന്നും കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി, പേരിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആ ഫോർമുല പരിചയപ്പെടാം. നമ്മുടെ ഫോർമുല, മിറർ ഫോർമുല അറിയപ്പെടുന്ന ഫോർമുല. ഇത് അറിയാമെങ്കിൽ ആ ഫോർമുല വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ലൈറ്റ് വന്ന് വീഴുന്നതും ഇത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവ് ഡിസ്റ്റൻസുകളും, ഇങ്ങോട്ട് ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ, അപ്പൊ ഇങ്ങോട്ട് എടുക്കുന്ന നെഗറ്റീവ് ഡിസ്റ്റൻസുകളും ഇത് ഇങ്ങോട്ട് എടുക്കുന്ന നെഗറ്റീവ് ഡിസ്റ്റൻസുകൾ, ഇങ്ങോട്ട് എടുക്കുന്ന പോസിറ്റീവ്, നമ്മുടെ എക്സ് വൈ മാക്സിലെ എക്സ് വൈ ആക്സിസ്. ഓക്കെ, ഇനി ഫോർമുല പരിചയപ്പെടാം. ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/v plus 1/u is equal to 1/v
എഫ്. ഇതാണ് ഫോർമുല കേട്ടോ. ഓക്കെ, ഇനി വി യു എഫ് ഇതെന്തൊക്കെയാണെന്ന് അറിയണമല്ലോ, എന്നാലേ കണക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഫസ്റ്റ് വി എന്താണെന്ന് നോക്കാം. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, വോയിസ് ക്ലിയർ അല്ല, ഞാൻ പറയാം. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതില് ലൈറ്റ് വന്ന് വീണു. ലൈറ്റ് വന്ന് വീണ ശേഷം ഈ ലൈറ്റ് എവിടെയെങ്കിലും പോയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിട്ട് ഈ ലൈറ്റ് റേസ് ഇങ്ങനെ ഒന്ന്, ലൈറ്റ് റേസ് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിയിട്ട് ഒരു ഇമേജ് ഫോം ചെയ്യും. ഇങ്ങനെ എടുത്തില്ല, ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. അപ്പൊ ഇമേജ് എവിടെയാണോ ഫോം ചെയ്യുന്നത് അതിനെയാണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് ലൈറ്റ് റേസ്, ഇതിപ്പോ ഇങ്ങനെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു, വേറെ ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. ഈ രണ്ട് ലൈറ്റ് റേ ഇവിടെ കൂട്ടിമുട്ടിയില്ലേ? കൂട്ടിമുട്ടി. അപ്പൊ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുക. അവിടെ ഒരു സ്ക്രീൻ, ഇതുപോലെ ഒരു സ്ക്രീൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു സ്ക്രീൻ നേരെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ നോക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിന് ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. ആണോ ഈ പോളിൽ നിന്ന് എന്തുമാത്രം ദൂരെ ആണോ ആ ഇതുപോലത്തെ ഒരു ഇമേജ് ഉണ്ടാവുന്നത്, അതിനെയാണ് ഈ ബി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. ഇപ്പൊ ഇതിനെയാണ്, ഈ പോളിൽ നിന്ന് ഇത്രയും ദൂരം ഇതുണ്ടായത്, അതിനെയാണ് ഈ ബി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി യു എന്താണ്? യു എന്ന് പറഞ്ഞാല് നമ്മുടെ ഓബ്ജക്റ്റ് ഉണ്ടായിട്ടല്ലേ ഇമേജ് ഉണ്ടായത്. ഒരു ഓബ്ജക്റ്റ് എവിടെയോ വെച്ചിട്ടല്ലേ ഈ ഇമേജ് ഉണ്ടായത്. ഓക്കെ, ആ ഓബ്ജക്റ്റ് എവിടെയാണോ, ഈ പോളിൽ നിന്ന് എത്ര ദൂരെയാണോ ആ ഓബ്ജക്റ്റ് ഇരിക്കുന്നത്, ആ ഓബ്ജക്റ്റ് ഇരിക്കുന്ന ഈ പോളിൽ നിന്നുള്ള ദൂരത്തെയാണ് ഈ യു എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ ഈ പോളിൽ നിന്നും ഇങ്ങനെ ഇത്രയും ദൂരം, ഇവിടെ ഇപ്പൊ നീ നിൽക്കുവാന്ന് വിചാരിച്ചു, നിന്റെ ഇമേജ് ആണല്ലോ, നിന്റെ ദേഹത്തു നിന്ന് പോയാൽ, നിന്റെ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ പോയ ലൈറ്റ് ആണ് ഇവിടെ ഇങ്ങനെ നിന്റെ ഇമേജ് ഉണ്ടാക്കിയത്. നിന്റെ ദേഹത്ത് ഇങ്ങനെ ലൈറ്റ്, സൂര്യൻ ഇവിടെ ഉണ്ടെങ്കിൽ സണ്ണൊക്കെ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. സൺ ഈ സണ്ണല്ലേ ലൈറ്റ് വരുന്നേ, കാണുന്നുണ്ടോ? അതാ ഓക്കെ, ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട്, ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താണ് ഇനി നോക്കാം. ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, എപ്പോഴാണ് നമുക്ക് ഇമേജ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സണ്ണിൽ നിന്ന് വരുന്ന സണ്ണിപ്പം നമുക്കിപ്പോൾ ഇവിടെ സണ്ണുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇത് സണ്ണ്. ഓക്കെ, ഈ സണ്ണിൽ നിന്ന് ഈ സണ്ണിൽ നിന്ന് നമുക്കിപ്പോൾ റേസ് വരികയാണ്. സണ്ണിൽ നിന്ന് റേസ് വന്നിട്ട് ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ ദേഹത്ത് തട്ടിയിട്ട് അത് പോയി മിററെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരുന്നു. അതുപോലെ സണ്ണിൽ നിന്ന് മറ്റൊരു റേ വരുന്നു, അതും ആ നിൽക്കുന്ന മനുഷ്യനെ തട്ടുന്നു. ഓക്കെ, അതിനുശേഷം ആ റേയും ഇങ്ങനെ പോയി മിററെ തട്ടിയിട്ട് ആ നേരത്തെ വന്ന് വീണ ആ പോയിന്റിൽ തന്നെ വരും.
അവിടെയാണ് നിന്റെ ഇമേജ് ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പൊ നീ നിൽക്കുന്ന ഈ ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത്. നീ ഈ പോളിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണോ നിൽക്കുന്നത് ആ ദൂരത്തെയാണ് നമ്മൾ യു എന്ന ലെറ്റർ വെച്ച് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഇമേജ് ഡിസ്റ്റൻസ്, എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി ഈ എഫ് എന്താന്ന് അറിയണോ? എഫ് ഫോക്കൽ എന്തുവാന്ന് അറിയാവോ? ഓക്കെ. അപ്പൊ ഫോക്കൽ എന്താ നമുക്ക് നോക്കാം. ഫോക്കൽ ലെൻസിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മിററുകളില്ലേ, നമ്മുടെ ഓരോ മിറർ, കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും, ഓക്കെ, ഈ കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും വെട്ടി കണ്ടിച്ചെടുക്കുന്നത് വലിയൊരു സ്പിയറിൽ നിന്നാണ്. വലിയൊരു സ്പിയറിന്റെ ഒരു ഭാഗം ഇങ്ങനെ കത്രിക വെച്ച് ഇങ്ങനെ കണ്ടിച്ചെടുക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കോൺകേവ് ഉണ്ടാകുന്നത്. അതിന്റെ ഇവിടമാണ് നമ്മൾ റഫായിട്ട് ഇങ്ങനെ മെർക്കുറി പൂശി വിടുന്നതെങ്കിൽ ഇത് കോൺവെക്സ് ആയി. അതേപോലെ ഈ കണ്ടിച്ചെടുത്തതിന്റെ ഇവിടാണ് മെർക്കുറി പൂശി വിടുന്നതെങ്കിൽ ഇത് കോൺകേവ് ആയി. അതിന് പകരം ഇവിടെ മെർക്കുറി പൂശി വിട്ട് കഴിഞ്ഞാൽ റഫ് സർഫസ് ആക്കി കഴിഞ്ഞാൽ ഇത് കോൺവെക്സ് ആയി. അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ ഈ മിററിനെ ഇതൊരു വലിയ സ്പിയറിൽ നിന്ന് വെട്ടി കണ്ടിച്ചെടുത്തല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ എല്ലാ മിററുകൾക്കും അത് വെട്ടി കണ്ടിച്ചെടുത്തൊരു വലിയ സ്പിയർ ഉണ്ടായിരിക്കുമല്ലോ. ഒരു വലിയ ഗോളത്തിൽ നിന്നല്ലേ ഇത് വെട്ടി കണ്ടിച്ചെടുത്തത്. അപ്പൊ ഈ ഗോളത്തിന്റെ ആ ഗോളത്തിന് ഒരു സെന്റർ ഉണ്ട്, എവിടെയോ ഒരു സെന്റർ ഉണ്ട്. എല്ലാ മിററും വെട്ടി കണ്ടിച്ചെടുത്ത ഗോളത്തിനും ഒരു സെന്റർ കാണത്തില്ലേ? അത് അതേ തിരിച്ചുകൊണ്ട് ആ വെട്ടി കണ്ടിച്ചെടുത്ത ഭാഗം അതേ തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്താലേ, അപ്പൊ വെട്ടിക്കൊണ്ട് ഈ കണ്ടിച്ചെടുത്ത് ഈ ഭാഗത്ത് നമുക്ക് തിരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നൊക്കെ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ സി എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സി എന്ന ലെറ്റർ വെച്ചാണ് ആ സെന്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ, സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഷോർട്ട് ഫോം സി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഈ സിയും ഈ മിററിന്റെ സെന്റർ ഇതാണല്ലോ നമ്മുടെ പോള്. ഈ മിററിന്റെ ഈ സെന്റർ ആണ് പോള്. ആ പോളിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചത്, XY ആക്സിസ്. ഈ പോളിനും ഈ സെന്ററിന്റെ ഇടയിൽ ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതിന്റെ രണ്ടിന്റെ മധ്യം, നടുക്ക്. ആ നടുക്കുള്ള ആ പോയിന്റ് ആണ് ഫോക്കസ്, ഫോക്കൽ ലെന്ത്, ഫോക്കസ് എന്ന് പറയുന്നത്. ഈ പോളിൽ നിന്നും ഇത് ഈ സെന്ററിന്റെ പോളിന്റെ നടുക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഫോക്കൽ പോയിന്റ്. ഓക്കെ. ആ ഫോക്കൽ പോയിന്റിന് ഈ പോളിൽ നിന്നുള്ള ഈ ദൂരമാണ് ഫോക്കൽ ലെന്ത് എഫ്. ഈ ദൂരത്തെയാണ് എന്താ പോളിനും ഈ പോള്, ഇത് പോൾ പിയും ഇത് സെന്റർ ഓഫ് കർവേച്ചർ സിയും. അതിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു പോയിന്റ് എടുത്തതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ്. ഈ ഫോക്കസും പോളും തമ്മിലുള്ള ഈ ദൂരമാണ് ഫോക്കൽ ലെന്ത് എഫ്. അത് നമ്മൾ എഫ് വെച്ച് വേണം ഈ ദൂരത്തെയും പറയും. ഈ ദൂരമാണ് എഫ്. രണ്ടും എഫ് വെച്ച് തന്നെയാണ് പറയുന്നത്. ഈ ഫോക്കസിനെ എഫ് വെച്ച് തന്നെ പറയും, ഈ പോളും ഈ ഫോക്കസും തമ്മിലുള്ള ദൂരത്തെയും നമ്മൾ എഫ് വെച്ച് തന്നെ പറയും. ഇതിനെ ഫോക്കസ് എന്ന് പറയും പോയിന്റിനെ. ഈ ലെന്തിനെ ഫോക്കൽ ലെന്ത് എന്ന് പറയും. ഓക്കെ, അതാണ് ഈ എഫ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് വെച്ച് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യും, ബാക്കി രണ്ടെണ്ണം നീ വീട്ടിൽ പോയി തന്നെ ചെയ്യണം കേട്ടോ.